എന്താ പറയുക ജോലിയുള്ള ദിവസമാണ്. അപ്പൊ അവർക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വൈകിട്ട് അവർ വരും. രാവിലെ കഴിച്ചിട്ട് കുറെ നേരം വൈകിട്ടേക്കാണ് കഴിച്ചു പോയത്. ഞങ്ങളുണ്ടല്ലോ കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നേരത്തെ കോണ്ടാക്ട് പക്ഷെ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ കൊടുത്തു വിടും. ഇപ്പൊ തന്നെ കൊടുത്തു വിടും നമ്മള്. പിന്നെ ചായട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ, നമ്മളുണ്ടല്ലോ അവിടുത്തെ പറമ്പിലേക്ക് പോവാട്ടാ. അതായത് ഇന്ന് നമ്മള് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും വീടിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറമ്പിൽ പോയിട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിയിലേക്ക് പൊട്ടിക്കണം. പിന്നെ അത് മാത്രമല്ല കുറച്ച് ചീര കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് കുറച്ച് വീടുകളുണ്ട്, പറമ്പൊന്നും ഇല്ലാത്തവര് വെച്ചുണ്ടാക്കാനായിട്ട് പറ്റാത്തവരുണ്ട്. അപ്പൊ അവിടേക്ക് കുറച്ച് ചീര അരിഞ്ഞ് കൊടുക്കണം. നമുക്ക് ആ പറമ്പിലേക്ക് പോവാം. ആയോട്ടാ. പിന്നെ നമ്മുടെ മുളക് ഇട്ടാൽ അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊട്ടിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറാമെന്ന് വെച്ചു. നമ്മുടെ പറമ്പിലേക്ക് കടന്ന് വരുന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ മുളക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് എന്താ പറയുക, വീഡിയോയിൽ എപ്പോഴും കാണുന്നവർക്ക് അറിയാം, അറിയാത്തവർക്കാണെങ്കിൽ ഇതൊരു നമ്മുടെ കാശ്മീരി മുളകിൻ്റെ ഗണത്തിൽ വിട്ടിട്ടുള്ളൊരു മുളകാണ് കേട്ടത്. പിന്നെ സാധാരണ കിഴക്ക് മുളക് നല്ല മിനുസുള്ള നല്ല നീളമുള്ള വലിപ്പത്തിലുള്ളൊരു മുളകാണ് പിന്നെയുള്ളത് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ കൂടുതൽ മുളകൊന്നും പൊട്ടിക്കണില്ല. 2 ദിവസം മുന്നാണ് ഞാൻ നമ്മുടെ പഴുത്ത മുളക് മുഴുവൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊട്ടിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഗണത്തിൽ പെട്ട ഈ മുളക് ഉജ്ജല എന്നാട്ടോ ഇതിൻ്റെ പേര്. മുകളിലേക്കാണ് ഇങ്ങനെ നീണ്ടു നിൽക്കാട്ടെ ഈ മുളക്. അപ്പം ഞാൻ നോക്കിയത് എത്രയും മുളകാട്ടെ നമ്മളിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. കറിയിലേക്ക് പിന്നെ ഇന്ന മുളകൊന്നും ഇല്ലല്ലോ, പഴുത്തും പച്ചയൊക്കെ ആയിട്ട് കുറച്ചുള്ളത് പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചി പറിക്കാൻ പോകുന്നതിന് മുന്നായിട്ടുണ്ടല്ലോ നമ്മുടെ തക്കാളി കൂടി ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മുടെ തക്കാളി നോക്കിയേ, അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് തക്കാളി. കാരണം ഒരു കൊലയമേക്ക് 4-5 ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും നമ്മുടെ മുന്നേക്ക് തക്കാളി ഇതേപോലെ ഇല്ല, നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യമൊക്കെ എനിക്ക് ഇത്തിരി ഉണ്ടാവില്ല, കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ചെടിയൊക്കെ നല്ല കരുത്തോടു കൂടി നിൽക്കുന്നുണ്ട്. കേടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് ഇഞ്ചി പറിക്കാൻ പോകാട്ടോ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് സ്മിതിക്ക് ഇഞ്ചി ഉണ്ടോ എന്ന്. പലപ്പോഴും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങനെ ഇഞ്ചി കാണിക്കാറില്ല. അത് കൂടുതൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഇഞ്ചിക്ക് ഒരുമിച്ച് പറിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പറിക്കാൻ വരുന്ന ദിവസം ഒരു പക്ഷേ വീഡിയോ ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇഞ്ചി ഞാൻ കാണിക്കാതിരുന്നിരുന്നത്. ഇന്നപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ കറിക്ക് വെക്കണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇഞ്ചി അത് പോരാ. അപ്പോൾ ഇന്ന് എന്തായാലും അത് പറിക്കണം. അപ്പോൾ എന്തായാലും നമുക്കത് കാരണം കാണാൻ പറ്റിയില്ലേ നമ്മുടെ വീട്ടിലത്തെ ഇഞ്ചി. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഓരോ കടയിൽ നന്നായിട്ടൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ ഇഞ്ചി. അതുമാത്രമല്ല ഇഞ്ചിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇത് പറിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളിതെല്ലാം പറിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ നട്ടുകൊടുക്കാട്ടോ ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇഞ്ചി അങ്ങനെ ഞാൻ കടയിൽ നിന്ന് തീരെ മേടിക്കാറില്ല. വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമ്മൾ തന്നെ കേട്ടോ. അപ്പോൾ പൈപ്പ് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇഞ്ചിക്ക് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ കൊട്ടയിൽ വെക്കുമ്പോൾ ആ മണ്ണും പൊടിക്കാമല്ലോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇഞ്ചി കഴുകി കഴിഞ്ഞപ്പോൾ കണ്ട. അതുമാത്രമല്ല കേട്ടോ, നല്ലൊരു മണമാണ് നമ്മുടെ നാടൻ ഇഞ്ചിക്ക്. അത് നമ്മൾ പറിക്കുമ്പോൾ നമ്മുടെ കൈക്കോട്ട് ഇഞ്ചിയുമ്പോൾ കൊണ്ടാൽ മതി, അപ്പോൾ തന്നെ ആ ഒരു മണമൊക്കെ വരും കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മുടെ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മുന്നേ ഞാൻ കാണിച്ചു മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങയ്ക്ക് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അതുമാത്രമല്ല മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പിന്നെ മാവ് പൂത്ത് തുടങ്ങിയപ്പോൾ മാവിൻ്റെ അടിയിലേക്ക് നമ്മൾ അത്യാവശ്യം ഓരോന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറികൾ. പക്ഷെ അതൊന്നും ഇനി നന്നാവില്ല, കാരണം മാവിൻ്റെ പൂവും പശയൊക്കെ വീണിട്ട് അത് പെട്ടെന്ന് കേടായി തുടങ്ങും കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചീര അരിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ ഉള്ളി, സബോള അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇടയിൽ തന്നെ മുളച്ചിട്ടുള്ള ചീരകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണേ കണ്ട. ഏതാണ്ട് എൻ്റെ ഹൈറ്റൊക്കെ ഉണ്ട് ഓരോ ചീരക്കടയുടെ വലുപ്പം അത്രയും. അതുമാത്രമല്ല ഇലയാലൊക്കെ നല്ല ഒരു കേടാ ഒന്നും വരുന്നില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താ പറയുക, ചീരകൾക്ക് കേട്. പക്ഷെ എനിക്കവിടെ അങ്ങനെ കേട് വരാറില്ല. നല്ല വെയിലത്ത് നിൽക്കണ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല നമ്മുടെ അവിടെ തന്നെ മുളച്ച് വരുന്ന ചീരകളാണ്.
അതുകൊണ്ടാണാവോ ഇനി അങ്ങനെ കേട് വരാത്തതിന് ഒന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ചീരത്തൈകളൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് വെക്കാറില്ല, ഇവിടെ തന്നെ മുളയ്ക്കും. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പറിച്ച് നമ്മൾ സ്വയം നടുന്ന ചീരകളാണ്. അതുകൊണ്ടായിരിക്കും ഇവർക്ക് എന്താ പറയുക, പ്രതിരോധ ശേഷി കൂടുതലാണെന്ന് തോന്നുന്നു, കേടൊന്നും വരാറില്ല. കണ്ട ചീരയുടെ അല്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല കരുത്തുള്ള നല്ല ചീര തൈകളാട്ടോ നമുക്ക് ഉണ്ടാവാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ എവിടെ നോക്കിയാലും ചീരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് ഇത് ഉള്ളിയുടെ ഇടയിൽ നിൽക്കുന്ന ചീരയാട്ടാ. അപ്പോൾ അവരുടെ ഇടയിലും കണ്ട വളർച്ച. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്താണെന്നറിയില്ല, നമ്മുടെ പറമ്പിൽ നന്നായിട്ട് ചീര മുളയ്ക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം നമ്മൾ ഉപയോഗിക്കാറില്ല. രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നും എന്താ പറയുക, മണ്ണിൽ വിത്ത് വീണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചീരത്തൈകളൊക്കെ മുളയ്ക്കുന്നത്. ഇങ്ങനെയൊന്നും മുളച്ച് വരില്ല. ജൈവമായത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന കാരണമാണ് ചീരത്തൈകളായാലും ഞാൻ പിന്നെ തക്കാളി തൈകൾ മുളയ്ക്കണമൊക്കെയും കാട്ടിയാകുന്നുണ്ട്. കണ്ട ഇതൊക്കെ ഇത്രയും വലിയ ചീരക്കട, എന്നിട്ട് പോലും ഇലയുടെ വളർച്ചയും വലിപ്പമൊക്കെയും കണ്ട. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം. കയ്പത്തൈ തന്നെ മുളയ്ക്കാറുണ്ട്, കുമ്പളങ്ങ തൈ മുളയ്ക്കാറുണ്ട്. പിന്നെ എന്നോട് ഒരു വട്ടം ചോദിച്ചു, ചീരയുടെ ഇലയമ കുത്തുകൾ വരുന്നു, അതിനെന്താ ചെയ്യാന്ന്. പക്ഷേ നമുക്കിവിടെ അങ്ങനെ വരാത്ത കാരണം ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. മഴക്കാലത്ത് നമുക്ക് പക്ഷേ ചീരയുടെ ഇലയമ അങ്ങനെ നിറച്ച് കുത്തുകളൊക്കെ വരാറുണ്ട്. അതിങ്ങനെ വെള്ളം വരുമ്പോൾ വരുന്നൊരു കേടാണ്. പക്ഷേ വേനൽക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു കേട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും ആരെങ്കിലോട്ട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാനത് എന്നുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും ഞാൻ അന്വേഷിക്കുക, അത് വേഗം തന്നെ കേട്ടോ. മണ്ണുത്തിലേക്കൊക്കെ പോകുമ്പോഴേ അവിടെ അവരോടൊക്കെ ചോദിച്ച് നോക്കാം. കാരണം കാർഷിക സർവകലാശാലയിലേക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ചീരകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ ഇതുവരെ അങ്ങനെയുള്ള കേടുകളെ കുറിച്ച് ചോദിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചീരയ്ക്ക് ചാണകവെള്ളമാണ് കൂടുതലും കലക്കി ഒഴിച്ച് കൊടുക്കാറ്. പക്ഷേ ഈ ഉള്ളിയുടെയും സബോളയുടെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ചീരത്തൈകളുടെ വളർച്ച കണ്ട നന്നായിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ നമ്മുടെ ഇവർക്ക് ചെയ്യണ വളം എന്ന് പറയുന്നത് ഈ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കും. അതായത് ഉള്ളിക്ക്, സബോളയ്ക്ക്, ക്യാബേജിനൊക്കെ. അപ്പോൾ അതും ചീരയ്ക്ക് നല്ലതായിരിക്കണം. അതുകൊണ്ടാണല്ലോ അവരുടെ ഇടയിൽ തന്നെ മുളച്ച് വരുന്ന ചീര തൈകൾക്കൊക്കെ ഇത്രയും കരുത്തുണ്ടാവണത്. അപ്പോൾ ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ സബോള കാട്ടിത്തരാം കേട്ടോ. നോക്കിയേ, നമ്മുടെ ഈ സബോളയുടെ കടക്കിരിക്കാൻ തൊട്ട് കാട്ടിത്തരാം. അപ്പോൾ ഈ ചുവപ്പ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതൊക്കെയാണ് കേട്ടോ വലുതായി വരുമ്പോൾ സബോളയായിട്ട് മാറുക. അപ്പോൾ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ കുറച്ചും കൂടി ചീര നന്നായിട്ട് അരിയാനുണ്ട്. അപ്പോൾ ഇതവിടെ കൊണ്ടുവച്ചിട്ട് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതും കൂടി അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ ഒരു കാര്യം കൂടി പറയാട്ടാ. അതായത് ഷായേട്ടനെ 2 ദിവസം മുന്നേ അമ്മാടത്ത് വെച്ചിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു അനിയത്തിക്കുട്ടി അതിലെ കടന്നു പോയിട്ട് തിരിച്ചു വന്നതാ പറഞ്ഞേ. എന്നിട്ട് ഷായേട്ടനോട് ചോദിച്ചു, ഇങ്ങനെ ചാനലുള്ള ചേട്ടനാണോ എന്ന്. അതായത് ഷായേട്ട സൗണ്ട് കേട്ടിട്ടാണ് ആള് മനസ്സിലാക്കിയത്. അപ്പൊ രചനാന്നാണ് അനിയത്തിയുടെ പേര്. ഒത്തിരി സന്തോഷത്തായി ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി വന്നതില്. അപ്പൊ എന്നോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഷായേട്ടനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞിട്ടാ. അപ്പൊ ഹായ് രചനക്കുട്ടി, ഒത്തിരി സന്തോഷം. പിന്നുണ്ടല്ലോ ഷായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഷായിട്ടിനെ മനസ്സിലാവാതെ സൗണ്ട് കേട്ട് വന്നത്. പിന്നെ നോക്കിയാൽ ഞാനിപ്പോൾ ചീര അരിയണമെന്നുണ്ടല്ലോ നമ്മുടെ മധുരക്കിഴങ്ങ് നട്ടിട്ടുള്ള തടത്തിലാണ്. കാരണം അത്ര അധികം ചീരയാണ്. അതായത് നമ്മുടെ പറമ്പ് നിറയെ ചീര എന്ന് പറയും. എവിടെ നോക്കിയാലും ചീര. അതാണ് നന തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ വേറെ അവിടെയും കൂടിയും കുറച്ചും കൂടി അരിയാനുണ്ട്, അത് അരിയണം. ഇന്നിപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ ഈ ചീര അരിഞ്ഞ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചീര കതിരുകൾ വന്നു തുടങ്ങി നിന്നിട്ട് അരിയാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാനിത് അരിഞ്ഞു കൊടുക്കാനായിട്ട് നിന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഈ കുറച്ച് ചൂനുമുളക് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലത്തെയും കൂടി ചീരകൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ പറമ്പിലത്തെ ചീരകളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരത്തൈമ ചവിട്ടി നിന്നിട്ട് വേണം ചീര അരിയണമെങ്കിൽ. അത്ര അധികം ഇങ്ങനെ നിറച്ച് തൈകളാണ് ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ തൈകളൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം ചീരയുടെ വിത്തുകൾ വീണിട്ട് മുളച്ച് വന്നിട്ടുള്ള തൈകളാണ്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതിപ്പോൾ ഈ എൻ്റെ അടുത്ത് നിൽക്കണ ഈ ഒരു ചീരക്കട കാട്ടിത്തരാം. ഇതുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എൻ്റെക്കാളും ഭയങ്കര ഹൈറ്റിലാണ് ഈ ചീരക്കട നിൽക്കുന്നത്. നിറച്ച് കൊമ്പൻ ചില്ലിയാണ്. ഇതുമ്പോൾ ഫുൾ കതിരുകളാണ്. ഈ കതിരുകൾ ഈ വർഷം കൊഴിയും. എന്നിട്ട് നമ്മൾ അടുത്ത വർഷം നമ്മൾ വേനൽക്കാലത്തെ ടൈമിൽ മണ്ണൊക്കെ കൊത്തി ഇളക്കി നനച്ച് തുടങ്ങില്ലേ, ആ സമയത്താണ് പിന്നെ ഈ വിത്തുകളൊക്കെ മുളച്ച് തുടങ്ങുക. നമ്മുടെ വാഴവള്ളി ആകുമ്പോഴേ നല്ല ബലണേ. പിന്നെ കയറുകൊണ്ടൊന്നും നമ്മള് ചീരല കെട്ടില്ല കേട്ടോ. കാരണം അത് മുറുകി അവിടെ പെട്ടെന്ന് ഇലക്കൊക്കെ കംപ്ലൈന്റ് വരും. വാഴവള്ളി ആകുമ്പോ നല്ലതാ. ഞാനേ ചാക്ക് എടുക്കാണെങ്കിൽ എനിക്ക് സുഖമായിരുന്നു ഇത് കെട്ടാനായിട്ട്. ചാക്ക് എടുക്കാൻ വിട്ടുപോയി ചെയ്തു. പിന്നെ നമ്മുടെ പട്ടികളൊക്കെ ഓടി നടക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ താഴ്ത്ത് വെച്ചില്ല. നമ്മുടെ ഒരു പന്തലുണ്ടായിരുന്നു, അതിന്റെ മുകളിലാണ് നമ്മൾ വെച്ചത് ചീര അരിഞ്ഞിട്ട്.
കാരണം കെട്ടാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ശ്രദ്ധിച്ച് കെട്ടിട്ട്. ചീര അരിഞ്ഞു, പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് എടുത്ത് നമുക്ക് പോവാം. ഇനിയിപ്പോ ഷായട്ടിനെ വിളിച്ചിട്ട് വേഗം കൊടുത്തു വിടും കേട്ടോ. ഇപ്പൊ തന്നെ കൊടുത്തു വിടും നമ്മള്. ഇതല്ലേ ഞാനിങ്ങനെ ആക്കിട്ടെ ഷായിട്ട് ഇവിടെ കാലി വെച്ചോട്ടാ. ഇല്ലേ നമ്മുടെ ഈ അടുത്താ കുറച്ചപ്പോ ഉണ്ടോ? ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് വേപ്പിലും കൂടി പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് നേരെ പാചകം ചെയ്യാനായിട്ട് കയറൂട്ടാ. അന്തുള്ളി ഇപ്പൊ വരാം, ഇപ്പൊ വരാം. പിന്നെ ചായട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചീര നമ്മള് ഞാൻ പറഞ്ഞല്ലോ തൊട്ടുള്ള വീടുകളിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത്. അതായത് നമ്മളിവിടെ മതിൽ കെട്ടിയ കാരണം അവരങ്ങനെ കാണില്ല. അതുകൊണ്ടാണ് ചായട്ട് വണ്ടിന്ന് പോയിട്ട് കൊണ്ടുകൊടുക്കണത് കേട്ടാ. ആ വീട്ടിലേക്ക് എത്തുമ്പോ ശരിക്കും നമ്മുടെ തൊട്ടാണ്, അത്ര അടുത്താണ് ആ വീടുകള്. നമ്മുടെ ചായക്ക് പേടിക്കും കാലത്ത് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ആ സമയത്ത് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു തുള്ളി ചായ കിട്ടാം. അതാണ് കുടിക്കണേ. ഇന്നുണ്ടല്ലോ ഷായിട്ട് നേരത്തെ തന്നെ ചിക്കൻ മേടിച്ചു കൊണ്ടു കേട്ടാ. അപ്പൊ രാവിലേക്ക് ഞാനിന്ന് ചിക്കൻ കടായി ചിക്കനും അതേപോലെ തന്നെ വെള്ളയപ്പാണ് ഉണ്ടാക്കണേ. അപ്പൊ ചിക്കൻ കൊണ്ട് 2 തരം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് ചിക്കൻ കൊണ്ടാക്കട്ടാ. പിന്നെ ബാക്കിയുള്ള ഇറച്ചികളൊക്കെയും കുറച്ച് എന്റെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലേക്കുള്ളത് വേഗം റെഡിയാക്കി എടുക്കാന്ന് വെച്ചാൽ ചിലിക്ക് പിന്നെ പതുക്കായി പോലെ റെഡിയാക്കാലോ. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് ഫ്രീസറിൽ വെച്ചാ ഇറച്ചിയല്ലേ ഉപയോഗിക്കണേ. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ളത് നേരെ വൈകി കിട്ടുന്നത് കേട്ടാ. അപ്പൊ വേഗം ചിക്കന്റെ ഒരു പണി കഴിക്കാന്ന് വെച്ച്. പിന്നെ നമ്മുടെ അരിയുടെ കിടന്ന് വേവുന്നുണ്ട്, വേഗം തിളച്ച് നമ്മുടെ പകുതിയെ തിളച്ച് നല്ല സുഖണ്ടിട്ട് കത്തിക്കാനായിട്ട്. അപ്പൊ ചിക്കനൊക്കെ ഒന്ന് ആദ്യം കഴുകി വെള്ളത്തൊന്ന് മാറ്റി വെക്കണല്ലോ. ചിക്കൻ്റെ അടുപ്പത്ത് കയറിയിട്ട്, അതായത് കടായി ചിക്കൻ ഉള്ളത്. അപ്പൊ നമ്മുടെ കടായി ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ പാചകത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടാ. അത് പകുതിയോളായിട്ടുണ്ട് ചിക്കന്റെ. നമുക്കറിയാലോ കടായി ചിക്കൻ വെക്കുമ്പോ ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട് അതില്, ഓരോ കൂട്ടുകൾ. അത് നന്നായാലും അത് രസം ഉണ്ടാവുള്ളേ. അപ്പൊ അത് പകുതിയോളായിട്ടുണ്ട്. കടായി ചിക്കൻ നോക്കിയ എന്റെ അടുപ്പത്ത് കയറി വേറെ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്കുള്ള ഒരു എന്താ പറയാ ക്യാപ്സിക്കം സവാളയ്ക്ക് ഒന്നൊരു വഴറ്റിയിലിടും. അതാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാന് കറികളൊന്നും എല്ലാതും വെക്കുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ കാണിക്കണില്ല. കടായി ചിക്കൻ ഞാൻ ഒറ്റ വർഷം നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. കടായി ചിക്കൻ റെഡി ആയിട്ടാ. ഇതേപോലൊരു അഴവൊക്കെ ഉണ്ടാവും. ഈ രീതിയിലായിട്ട് നമ്മൾ വെച്ച് നോക്കണേ. കാരണം വെള്ളപ്പത്തിരിക്ക് കഴിക്കാനാണല്ലോ. അപ്പൊ അന്ന് നല്ല കട്ടി ഉണ്ടാവും ചാറിന്. ചിക്കൻ റെഡിയായി. അപ്പൊ രാവിലേക്കുള്ളത് അയ്യണ്ടേ. നമ്മുടെ കൺമണിക്കുട്ടി ഇതാ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടാ. കൺമണിക്കുട്ടിയുടെ അപ്പുറത്തിരിക്കുന്നത് ആരെന്ന് പറഞ്ഞു കൊടുത്തേ? കൺമണിക്കുട്ടിയുടെ അച്ഛട്ടാ. അപ്പൊ അമ്മയ്ക്ക് ജോലിയുള്ള കാരണം അമ്മ നേരത്തെ പോയി വെക്കാണ്. കാരണം നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദിവസമാണെന്ന്. അപ്പൊ എല്ലാവർക്കും എന്താ പറയുക ജോലിയുള്ള ദിവസമാണ്. അപ്പൊ അവർക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വൈകിട്ടാണ് പലരും പല ടൈമിലായിരിക്കും തന്നെ ഭക്ഷണം കഴിക്കാൻ വരിക. പിന്നെ കൺമണിക്കുട്ടി അച്ഛൻ മാൾട്ടേനാന്ന് അറിയാലോ. പിന്നെ ചിത്തൂടി ഉണ്ട്. പക്ഷെ അവരിപ്പോ പോവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. അല്ല ജിത്തെ, കാരണം ഇവർക്ക് നാട്ടിൽ വരുമ്പോഴല്ലേ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് വേറെ സ്ഥലത്തേക്ക് ഒത്തിരി കാണുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും പല സ്ഥലങ്ങളിലേക്ക് കാണുന്നുണ്ട്. കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇതാ ഉച്ചയിരിക്കുള്ളത് കേട്ടാ.
അപ്പൊ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചിക്കൻ വറക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ടൊക്കെ നന്നായി തിരുമ്പി കൂട്ടി തുടക്കം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുള്ളൂ കേട്ടാ. ബീഫിലേക്കുള്ള മസാലയ്ക്ക് പിന്നീട് കൂട്ടുള്ളൂ. വെറുതെ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കും. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള മസാലയായിട്ട് ഇപ്പൊ റെഡി ആക്കുന്നത്. അപ്പൊ ഈ മസാല റെഡി ആക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ അത്യാവശ്യം സപ്പോള അതൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ കൂർത്തി നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടാ. സാധാരണ ഞാൻ തലേദിവസം എല്ലാം റെഡിയാക്കി വെക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്നലെ തലേദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് എല്ലാം അത് രാവിലെ തന്നെയായിട്ടാ. പിന്നെ എന്റെ കൺമണി കുട്ടി എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അടുത്തിനടക്കിയ കാരണം കൺമണി കുട്ടി നീക്കണേ. ഹായ് പറഞ്ഞേലേ, ഹായ്. കൺമണി കുട്ടി, നമ്മുടെ ചിക്കൻ വറുത്ത് 2 കഷ്ണം കഴിച്ചാലോ? എടുക്കട്ടെ മിതാ പ്ലേറ്റില് എന്റെ മോൾക്ക് കഴിക്കാനായിട്ട്? അറിയാലോ, ചിക്കൻ വറുത്ത് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ സമയത്ത് കഴിക്കുമ്പോൾ. 2 കാലൊക്കെ എടുത്ത് കൺമണി കുട്ടിക്ക് കൊടുക്കട്ടെ. ഇത് കാലിട്ട കൺമണി കുട്ടിക്ക് ഇഷ്ടമുള്ളത്. മിതയുടെ അടുത്തിരുന്ന് കഴിക്കാനോ അത് മേശമ പോയിരുന്ന് കഴിക്കണ്ട? മേശമ പോയിരുന്ന് കഴിക്കണം. TV കണ്ട് കഴിക്കണം അല്ലേ? അപ്പൊ എന്റെ കൺമണി കുട്ടി ഞാൻ കൊണ്ടിരുത്തട്ടെ. പോർക്കാട്ടെ നമ്മൾ നുറുക്കണത്. നമ്മൾ പോർക്ക് ഇതേപോലെ വെക്കുന്നത് ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അതിൽ പോർക്ക് വേവിച്ചതിന് ശേഷം ഇങ്ങനെ കണ്ണം കുറച്ചിട്ടാണ് നമ്മൾ നുറുക്കിയെടുക്കുക. അതാണ് റോസ്റ്റ്. ചിക്കൻ കൊണ്ടാട്ടം നോക്കിയാൽ റെഡി ആയിട്ടാണ്. ഇതേപോലെയാണ് ഇരിക്കുക ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോസൊക്കെ ഉപയോഗിക്കും കേട്ടാ. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് ബീഫ്, പോർക്ക്, കൂർത്ത് കൂട്ടാൻ, കാഴ്ച, മീൻകറി, 3-4 കറി കൂടി ഉണ്ട്. മതി. ഉട്ടൂന് ചിക്കൻ വേണമെന്ന് പറഞ്ഞാ അമ്മി പ്ലേറ്റ് ആണോ വേണ്ട ഉട്ടൂനെ? വല്ല ഇടണോ ഉട്ടുവാ? വെള്ളപ്പൊക്കെ ഉണ്ടല്ലേ? ഈ ചിക്കൻ കൊണ്ടാട്ടിടണ അല്ലേ? വേണ്ട, പ്ലേറ്റ് മാത്രം മതി. അപ്പൊ കുട്ടികളവിടെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ടേ. അപ്പൊ ഇത് ഞാൻ പതുക്കെ ഇറക്കി വെക്കട്ടെ. നമ്മുടെ അടുക്കളയില് നമ്മുടെ വിവിധ പാചകങ്ങളൊക്കെ റെഡി ആയിട്ടാ. ഇവിടെ പോർക്ക് അടുപ്പത്തിട്ടുണ്ട്, മീൻകറി ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇടയിലും അതിങ്ങനെ ഓരോ പാത്രങ്ങൾ പോകുന്നതിന് എനിക്ക് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്താ ഒരുവിധം ആയിട്ടുണ്ട്. ഇനിയിപ്പോ 2 കുക്കറും കൂടെ ഉള്ളു കേട്ടോ കഴുകിയെടുക്കാനായിട്ട്. പാത്രങ്ങളൊക്കെ മുകളിൽ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ പോർക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന ടൈമാ പോർക്ക്. കൂടുതൽ നെയ്യ് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ ഈ നെയ്യൊക്കെ ഇതിന് മുക്കിയെടുക്കണം നമുക്ക്. അപ്പൊ ഈ 2 സൈഡ് ഇങ്ങനെ 4 സൈഡിലേക്ക് ആയിട്ട് ഇങ്ങനെ നീക്കി വെക്കും. അപ്പൊ സെൻറ്ററിൽ നിന്ന് ഇത് മുക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി അധികം വെച്ചിട്ടില്ല കേട്ടാ. കുട്ടികൾക്ക് അങ്ങനെ മീൻകറിയോടും നല്ല വലിയ താല്പര്യം. ബാക്കിയുള്ള കറികളോടൊക്കെയാണ് താല്പര്യം. അപ്പൊ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പോർക്കിന്റെ നെയ്യ് ഉണ്ടല്ലോ, അതിങ്ങനെ മുക്കി വയ്ക്കട്ടെ. നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വിധത്തിലും പോർക്ക് വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അല്ലുവിന് മീനിട്ട് കൊടുത്തിട്ടുണ്ടേ. ഞാനിവിടെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലും പോവും, ഒപ്പം കാക്ക കണ്ടോന്നിരിക്കണേ. എന്തായാലും അല്ലു തീറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടാവും. അത് തിന്നാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ കാക്കകൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഫുഡുകളൊക്കെ റെഡി ആയിട്ടാ. അപ്പൊ ഇത് പോർക്ക് നമ്മൾ അതേപോലെ ഉലർത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വറ്റിയാണ് കേട്ടോ മീൻകറി. കണ്ട ചാറ് നമുക്ക് എടുക്കുമ്പോ അറിയാം, കട്ടിയുണ്ട് എന്നാൽ അഴവുണ്ട് ആ രീതിയിൽ. പിന്നെ കൂർക്കുപ്പേരി പിന്നെ കുറച്ചുണ്ടായിക്കുള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ ഒരു സ്ഥിരവിടെ കഴിക്കുന്ന സാധനങ്ങളായിരുന്നു. പിന്നെ ബീഫ് നമ്മൾ അങ്ങനെ തന്നെയാണ് വെച്ചത്.
നല്ല ഒലർച്ചയിലേക്കാണ്. പിന്നെ ഇത് നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളയപ്പത്തിലേക്കുള്ള കടായി ചിക്കനായിരുന്നു. അതിപ്പോ കുട്ടികളൊക്കെ എടുത്തിട്ട് അത് പകുതിയോളായി. അതുപോലെ വെള്ളയപ്പം അതിലത് കഴിച്ചു പോയിട്ട് കുറച്ചുള്ളൂ ടൈം. പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം അയ്യലെന്താ, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളൊരു സംഭവങ്ങള്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഡ്രൈ രൂപത്തിൽ വെച്ചത്, കുറെ ചാറ് രൂപത്തിലൊന്നും വെക്കാണ്ടിരുന്നത് വെച്ചാ. പിന്നെ ചോറ് എല്ലാതായിട്ടുണ്ട്. കുട്ടികളൊക്കെ രാവിലെ കുറച്ച് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി കൊച്ചിയിലേക്ക് ഒരു വരും. രാവിലെ കഴിച്ചിട്ട് കുറെ നേരം വൈകിട്ടേക്കാണ് കഴിച്ചു പോയത്. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഉള്ളത് ആ ഭക്ഷണമൊക്കെ വിളമ്പിത മേശമ കൊണ്ടുവച്ചിട്ടാ. അപ്പൊ അവർക്ക് ആർക്കും ക്യാമറയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാതെ ആരെയും കാണിക്കണമെന്നില്ല കേട്ടാ. ഇപ്പൊ ഞാൻ കൊടുക്കട്ടെ ഭക്ഷണം. ഇനി നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. ബിന്ദു ബൈജുവിന്റെ മകൻ ജോൺ ജോർജിന്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 5-ാം തീയതി. അപ്പൊ ഫെബ്രുവരി 5-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോൺ കുട്ടന് ആന്റിയുടെ വക ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാനായിട്ടുള്ളത് രഹന ഫ്രാൻസിസ്, ഹായ് രഹന. ശരണ്യ മാധവ്, ഹായ് ശരണ്യ. ഗീത രാജൻ, ഹായ് ഗീത. പേളിക്കുട്ടി വയ്യ വാ. ചോട്ടാ മുളക് അല്ലേ? അത് ഇത് ഓരോ ദിവസമായിട്ട് പൊട്ടിച്ചിരുന്ന മുളകില്ലേ ഒരെണ്ണത്തിലിടും. പിന്നെ പിറ്റേ ദിവസം പൊട്ടിക്കുന്നത് വേറെ ഒരെണ്ണത്തിലിടും. പിന്നെ പിറ്റേ ദിവസം പൊട്ടിക്കുന്നത് വേറെ ഒരെണ്ണത്തിലിടും. അങ്ങനെയാണ് 3 തരം വന്നു നോക്കണേ. കാരണം ഇതെന്താ പറയാ കൺമണിയെ, നമ്മളിങ്ങനെ ഇട്ടില്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ടല്ലേ പലതിനും പല ഉണക്കായിരിക്കും. അതാണ് കേട്ടാ കൺമണി കുട്ടി. നമ്മുടെ മുളക് പുറത്തെടുക്കാണ്ടപ്പോ അതെന്താ 3 തരത്തില് 3 സ്റ്റെപ്പായിട്ടാണല്ലോ ഞാൻ ഇട്ടോക്കണേ. അവളാ ടെൻഷൻ ചോദിച്ചതാ. പിന്നെ ഇന്നിപ്പോ സമയം 5 മണിയായിട്ടാ. കൺമണി കുട്ടി ഇതാ ഭക്ഷണം കഴിച്ചൊരു ഉറങ്ങിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പലരും പല സമയങ്ങളിലൊക്കെ ആയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്നവരെ കഴിച്ചത് പോയത്. അപ്പൊ ഇന്ന് നമ്മൾ പറമ്പിലേക്ക് ഇപ്പൊ കാര്യമായിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, നനയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൺമണി കുട്ടി ഇപ്പൊ എന്താ ചെയ്യാനായിട്ട് ഇതാ എന്നും ഈ ഇതിന്റെ പേര് പറഞ്ഞു കൊടുത്തേ, ബൈസിക്കിള്. അവള് ഓടിക്കുന്ന ഒരു ചെറിയ സൈക്കിള് പോലത്തെ കേട്ടാ. ഒന്ന് ഓടിച്ച് കാട്ടി കൊടുത്തേ. കൺമണി കുട്ടിയുടെ വീട്ടിലെ 2 പോയിന്റ് ഓടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളത് വീഡിയോയിൽ കാട്ടി തരാം കേട്ടാ. ഇന്നിപ്പോ നമുക്ക് 5 മണിയായില്ല, സമയമില്ല. ഈ സമയത്ത് എന്നും കൺമണി കുട്ടികൾ ഓടിക്കും. കൺമണി കുട്ടിയുടെ അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന ടൈമാ. പിന്നെ നമ്മളോട് പലരും ചോദിച്ചു കൺമണി കുട്ടിയുടെ അമ്മേനെ എന്താ കണ്ണാടിന്ന് വിളിക്കുന്നത് കേട്ടാ. അത് കൊച്ചിലെ കൺമണി കുട്ടിയുടെ അമ്മയ്ക്കിട്ട് ഞങ്ങൾ ഓമനപ്പേര് കണ്ണാടിന്ന്. പക്ഷെ ഇപ്പൊ എല്ലാവരും അവള് കണ്ണാടി വെച്ച് കാണുമ്പോ നമ്മള് കണ്ണാടിന്ന് വിളിക്കാണോ എന്നൊരു ഡൗട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, അത് അവൾ അങ്ങനെയാണ് ചെറുപ്പത്തിലെ വിളിച്ചിട്ടുള്ളതാ. മോള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചോ? ഒക്കെ പോലെ എടുത്ത് കഴിച്ച മേശമെല്ലാം ഇരിക്കണ്ടിട്ട് അങ്ങനെ കണ്ണാടിന്ന് വരള്ളത് എനിക്ക് അങ്ങനെ വേണം. ഇങ്ങനെ പോവള് അതുമ്മേ. പേളി നീങ്ങിന്നോ കൺമണിക്കുട്ടീനെ പേടിയാന്നത്രേ. ഇനി കൺമണിക്കുട്ടി ഇവിടെ തന്നെ ഓടിച്ച് കളിക്ക്. ഇതാ മുളകൊക്കെ ഒന്ന് മടക്കി വെച്ച് അതേപോലെ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ പോട്ടെ. എന്റെ മോൾ ഇവിടെ കളിച്ചോട്ടാ. പേളി അങ്ങോട്ട് പോവണ്ടായിട്ടാ. പേളീനെ എന്താ പറയാ, പേളിക്ക് കൺമണിക്കുട്ടീനെ പേടിയായ കാരണം അങ്ങോട്ട് വരില്ല അല്ലേ. എന്റെ മോള് കളിച്ചോ. നമ്മളുണ്ടല്ലോ മുളക് ഇങ്ങനെ മടക്കി വെക്കില്ലായിട്ട് ഇതേപോലെ കൊണ്ട് വിരിച്ചിടും. കാരണം ഇതിലെല്ലാം കയർപ്പ് ആയിട്ട് വിരിച്ച് വീണ്ടും എന്താ പറയാ ഈ മുളകിന്റെ കളറിനൊക്കെ മാറ്റം വരും. ഇതിക്ക് വഴി തരൂ.
കൺമണിക്കുട്ടി ഇതിനേക്കാളും എന്താ പറയാ കൊറേ നേരം അത് കാല് വെച്ചിട്ട് കൊറേ നേരം കൂട്ടാ അവിടെ കുഞ്ഞാട്ടിന്റെ വീടിന്റെ മുറ്റത്ത്. അവിടെ അത് ആ ടൈൽ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല മിനുസാണ്. അപ്പൊ സുഖമായിട്ട് അവൾക്ക് പോവാം. ഇത് പിന്നെ ഒരു എക്ക് പോലെയുണ്ട്. കൺമണിക്കുട്ടി ഇതെവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഹാങ്ങിനെ നനയ്ക്കണേ. അപ്പൊ കൺമണിക്കുട്ടി ഇവിടെ തന്നെ കളിച്ചോ. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോ അങ്ങോട്ട് വിളിക്കാട്ടോ. ഇതാ പൈപ്പ് തുറന്നിട്ടുള്ളതാ പിന്നെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ടേ. നമ്മുടെ ഹാങ്ങുകളിലെ നാശാവാ. അതെന്നിട്ടെന്നറിയോ, കാക്കകൾ വന്ന് ഈ ഹാങ്ങിൽ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടും. അപ്പൊ ഇവരുടെ ഇവിടുന്ന് പൊട്ടി താഴേക്ക് വീണ് തുടങ്ങി. അല്ലെങ്കിൽ 2 മാസം കൂടി ഇതേപോലെ തന്നെ നിൽക്കേണ്ടതായിരുന്നു. അങ്ങനെ കാക്കകള് എന്താ പറയാ, ഞാൻ തിന്നാൻ കൊടുക്കണ കാരണം എന്റെ അവരിങ്ങനെ വന്നിരിക്കാനെ കാണുമ്പിക്കും. പക്ഷെ ഒപ്പം എന്റെ ചെടികൾ നാശാവാ. പിന്നെ ഒരു കാര്യത്തെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോ മിതാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാട്ടാ. കാരണം എന്റെ പേര് സ്മിത എന്നാണ്. പക്ഷെ ഞങ്ങളൊക്കെ അമ്മാമ്മ എന്നാണ് കൺമണിക്കുട്ടി വിളിക്കേണ്ടത്. അപ്പൊ ഞങ്ങള് ചെറുപ്പത്തില് അവളെ അമ്മാമ്മ എന്ന് വിളിക്കുമ്പോഴേ എന്താ പറയാ, അളിയനും അതായത് കൺമണിക്കുട്ടിയുടെ അപ്പു അമ്മൂന്ന് വിളിക്കുന്ന കേട്ടിട്ടില്ലേ, അപ്പൂപ്പനെ അമ്മൂമ്മേനും. അപ്പൊ അവര് രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ അപ്പു അമ്മൂന്ന് വിളിച്ചാൽ മതി. അപ്പൊ പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ ഒരു ഷോർട്ട് ഫോം ഇട്ട് കൊടുത്താണ്. ഞാൻ പറഞ്ഞു കൺമണിക്കുട്ടി എന്നെ ഇതാന്ന് വിളിച്ചാൽ മതിയിട്ടാണ്. അങ്ങനെ കൊച്ചിലേ തൊട്ട് കൺമണിക്കുട്ടി അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടേ അവളിപ്പോ അതായി വിളിക്കണേട്ടാ. അപ്പൊ അത് പേര് വിളിക്കുന്നതല്ല, ഒരു ഓമനത്തുള്ള പോലെ അവള് ഞങ്ങൾ വിളിക്കുന്നതാണത്. എന്താ പൊന്നോ, മുടി കെട്ടിത്തരണ, ഹെയർ ബൻഡ് വയ്ക്കണ മുടിയുമേ അമിത എടുത്തോളന്ന് വെച്ചുതരാം. അകത്തുണ്ടോ ഇരിക്കുന്നു, ഇത് എടുത്തോണ്ട്. പേളി പേളിക്ക് വെള്ളം കാണുമ്പോ ഭയങ്കര അലർജിയാ. അവള് കൂടി പോട്ടെ. കാമ്പ്രി വന്നിണ്ടല്ലോ. കാമ്പ്രി അവള് വന്നോട്ടെ. പേളി പേളിക്ക് വിശക്കില്ല. പിന്നെ പേളി നന്നായി ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് കാമ്പ്രിക്ക് കൊടുക്കണം. കാമ്പ്രിക്ക് ഇങ്ങനെ വിശക്കുണ്ടാവുക. അവൾക്ക് കൊടുക്കണം കുറച്ച് ഫുഡ് കേട്ടാ. കാമ്പ്രിക്ക് തരാട്ടാ. വേണ്ട പറ്റോ. അവളെ ഇപ്പൊ പാവ അല്ലും ഓടിപ്പിക്കും നമ്മുടെ പേളീനെ. അല്ലുവിന് ഇഷ്ടമല്ലാന്നേ പേളീനെ. എന്താണാവോ അത് പേളിയോട് മിതമുണ്ടത് ഒന്നും കണ്ടൂടാ. സിംബ പിന്നെ എന്താ പറയാ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവിടെ വർത്താനം പറയണത് തന്നെയുള്ളൂ. നടക്കണ്ടല്ലേ. എന്നും വരുവൻ പുറത്തുനിന്ന് തന്നെ പൂച്ചിയാ അത്. അതെ എന്നും അല്ലേ തേടി വരും. എങ്ങനെ അറിയാന്നാ? അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. മുന്നോ കൺമണിക്കുട്ടി, കൺമണിയെ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോവാൻ പൊന്നോ. ഇതൊക്കെ ഞാൻ അവിടെ നനയ്ക്കാനുള്ളത്. ഈ വടി ഇത് കൊണ്ടുണ്ടോ? ബൈസിക്കിൾ എടുക്കട്ടാ. ഇത് കൊണ്ടാ പോണേ. ഇതിന് നമ്മുടെ ചാനലിൽ ഓടിക്കാൻ പറ്റില്ല പൊന്നോ. അപ്പൊ ഇതേറെ കൂടെ നിന്ന് കിട്ടാൻ പോണിപ്പോ. നമുക്ക് ഫ്രണ്ടിലേക്ക് നനയ്ക്കാനായിട്ട് പോണം. നമ്മുടെ ബോഗൻവില്ലേക്ക്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ബോഗൻവില്ലേക്ക് ഒരു തുള്ളീശ വെള്ളം വേണ്ടോ. പക്ഷെ ഇടയിൽ വേറെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കണം. ഈ പൂവ് നല്ല കളറ്, ഈ പൂവ് വേറെ കളറ്. ഏത് മിതിക്ക് നനയ്ക്കണ സൗണ്ട് കാരണം കേൾക്കണില്ലേ പൊന്നോ. എന്റെ അടുത്തേക്ക് വന്ന് കൺമണിക്കുട്ടി മിതിയുടെ അടുത്തേക്ക് വാ. ഇത് നനയ്ക്കുമ്പളേ ഇത് പൊന്നോ ഇതുപോലത്തെ പൂവില്ലേ അതെന്താ വേറെ കളറും. നമ്മുടെ കയ്യിലില്ലേ 6 കളറുണ്ട് കൺമണി. നമ്മുടെ 6 തരം കളറ്. ഒരു പിങ്ക്, പിന്നെ പിങ്കും വൈറ്റും കൂടിയിട്ട്
പിന്നെ വൈറ്റ് മാത്രമായത്, പിന്നെ ഒരു നല്ല കളർ, അതായത് പിങ്കിനേക്കാളും ഡാർക്ക് കൂടിയത്, അങ്ങനെ കുറച്ച് കളറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓറഞ്ചിന് മണം വരുന്നില്ല കൺമണിയെ. നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ പറ്റുമോ നോക്കണം, തിന്നാൻ പറ്റിയതുണ്ടോ നോക്കാം. ഒരെണ്ണം പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ, ഇത് നമുക്ക് തിന്നാൻ പറ്റുന്നത് പാകമായിട്ട്. അയ്യോ നോക്കട്ടെ, നമുക്ക് നോക്കാം. അതെ, ഒരു ഓറഞ്ച് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു പാകത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് പറ്റും കൺമണി, കുറച്ച് നേരായേ അല്ലേ സൈക്കിള് ചവിട്ടിലൊക്കെ ആയിട്ട് കൺമണി കുട്ടി. മഷി ഉവ് നമ്മുടെ പുത്തുരുത്തല്ലേ ആ ചേച്ചിയുടെ. അതായത് ഞാനും ഓറഞ്ച് ചാടി പൊട്ടിക്കണ്ടപ്പോഴേ കൺമണി കുട്ടിയുടെ അവിടെ പുത്തൂര് വെല്ലിച്ചന്റെ മോളുടെ കുട്ടിയുണ്ട് മഷി. അവൻ നല്ല ഹൈറ്റ്, 6 അടിയേക്കാൾ ഹൈറ്റ്, ആള് 9 ആയിട്ടുള്ളൂ. അപ്പൊ കൺമണി കുട്ടി എന്താ പറയണേ, അവ എത്ര പഠിക്കണപ്പോ? +2 ആയില്ലേ? +1 ഓ +1 അപ്പൊ എനിക്കാണ് തെറ്റിയത്. നോക്കി നമ്മുടെ ഓറഞ്ച് എന്താ ഈ ഒരു കളറായിരിക്കട്ടെ ഓറഞ്ച്. കൺമണി കുട്ടിയുടെ കയ്യിൽ വെച്ചിട്ട് കാട്ടി കൊടുത്ത് എന്താ. ഈ ഒരു സമയത്ത് തിന്നാൻ നല്ല ടേസ്റ്റാ. നമ്മളിത് നിന്ന് പഴുപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീരെ കഴിക്കാൻ പറ്റില്ല. മഞ്ഞ കളർ കയറി കഴിഞ്ഞാൽ അത് കളയാനേ പറ്റുള്ളൂ കേട്ടാ. ഇതാ അല്ലി തിരിച്ചരാം. കൺമണിക്കുട്ടി തിന്ന് കാട്ടി കൊടുത്തേ. നമ്മുടെ പേളി അവിടെ കിടന്ന് പുല്ലില് കിടന്ന് ഉരുളുണ്ട്. തിന്ന് കാട്ടി കൊടുത്ത കൺമണിക്കുട്ടി. എങ്ങനെയുണ്ട് കയ്യിൽ നോക്കി പറ. ആ മുഖം കാണും പറയണില്ലേ, നല്ല രസാ. നന്നായിട്ട് നീരൊക്കെ ഉള്ള ടൈം. അപ്പൊ നമുക്ക് ഇങ്ങനെ അല്ലി തിരിക്കാം. നമുക്ക് വലിയച്ഛനും കൊടുക്കണ്ടേ, അച്ചാച്ചനും കൊടുക്കാം. എന്നെ പൊണ്ണു തിന്നു, എന്റെ പൊന്നിന്റെ കയ്യിൽ വെച്ചാൽ മെതിക്ക് പറഞ്ഞാൽ മതി. അച്ചാച്ചനും കൊടുക്കാം, കൺമണി കുട്ടിക്കുന്നില്ല കേട്ടാ. കഴിയുമ്പോ എടുത്ത് കഴിച്ചോ കേട്ടാ. ഒരെണ്ണം ഇതൊക്കെ മതി കേട്ടാ. നമ്മളോടെ ഒരു കഴിഞ്ഞ വീഡിയോയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബോഗൻവില്ലയുടെ കാര്യട്ടാ. എന്റെ കയ്യിൽ ഈ ബോഗൻവില്ല വന്നിട്ട് ഇപ്പൊ ഒരു 4.5 വർഷമായിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വട്ടം നമ്മള്, അതായത് പൂവിടണ സമയത്ത് തന്നെ. ഇത് ഒരു നല്ല വെയില്, വേനൽക്കാലം വരുന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ ഇത് വെച്ച് ഇതിന് വളങ്ങളൊക്കെ ഇടും. അപ്പൊ ആ വളർന്ന വീഡിയോക്ക് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ചാണപ്പൊടി, മണ്ണ് കുറവായിരിക്കും, പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, നേർപ്പിച്ചിട്ടുള്ള വെള്ളം, ഇതൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. നന്നായി പൂവിടാറുണ്ട്. പിന്നെ നല്ല വെയിലും വേണട്ടെ നമ്മുടെ ബോഗൻവില്ലയ്ക്ക് മാത്രമാണ് അത് പൂവിടുള്ളൂ. പിന്നെ ഈ വേനൽ കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വീണ്ടും വെട്ടി ചെറുതാക്കി ഉള്ളിലേക്ക് വയ്ക്കും. പിന്നെ ഇവിടെ വെക്കില്ല. പിന്നെ വേനലാകുമ്പോൾ മാത്രമാണ് ഈ ചെടീനെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുള്ളൂ കേട്ടാ. അപ്പൊ ഇത്രയും ചെയ്താൽ മതി. ചാണപ്പൊടി മാക്സിമം നന്നായിട്ട് ഉണ്ടാവുക, നല്ല കുറവും മതി. ഓരോ ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി. പിന്നെ നല്ല വെയിൽ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോഗൻവില്ല നന്നായിട്ട് പൂവിടും. പിന്നെ ഞാനൊരു കാര്യം കൂടി കാട്ടിത്തരാട്ടാ. നമ്മുടെ അടുത്തൊരു ചെത്തിമീൻ്റെ ആയിട്ടുള്ള പൂവ് നിക്കേ താങ്ങണില്ല പൂവിന് വലിപ്പം കൊണ്ട്. എന്താ ഇത് ഞാൻ കൈ വിട്ട് കഴിഞ്ഞതാ ശരി. അതേപോലെ അടുത്തതും ഇതും വിരിയുമ്പോ അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. നല്ല വലിപ്പം വന്ന് തുടങ്ങും. ഈ മുട്ടാണെങ്കിലോ അത് ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും ഈ മുട്ടുമ്പോ എങ്ങനെയാണ് ഇത്ര വലിയ പൂ ഉണ്ടാവണേന്ന്. പക്ഷെ ഇത് അയ്യോ താഴെ പൊക്കോട്ടെ. ഒരല്ലി താഴെ വീണ് കൺമണി കുട്ടിയുടെ കയ്യിൽ നിന്ന്. കുഴപ്പമില്ല കേട്ടാ, പൊക്കോട്ടെ. ഉടുപ്പ് നല്ല കിട്ടാ. ഇപ്പൊ ഇതിനെ കുളിക്കാറായില്ലോ അല്ലെ കൺമണി. നമുക്ക് വിളക്കേണ്ട സമയമായി, മേലെ കയറായി. അപ്പൊ കുഴപ്പമില്ല. കൺമണി കുട്ടിയുടെ കാലും മേലിക്കൊക്കെ കളിക്കാം. കൺമണി കുട്ടി കളിക്കാൻ നിൽക്കണേ. പിന്നെ വിളക്കേക്കാറായി. അപ്പൊ ഇനി മേലെ കഴിക്കണല്ലോ. അപ്പൊ നമ്മുടെ നാനേക്കും കഴിഞ്ഞു കേട്ടാ. കൺമണി കുട്ടി ബൈ പറയാൻ നമുക്ക് വാ. കൊറേ നാളായിട്ട് ബൈ പറയാനൊന്നുമില്ലല്ലോ. കൺമണി കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ പറഞ്ഞേ ബൈ. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ.